ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പശ്ചിമേഷ്യയിൽ ആശങ്ക അതോടെ കനക്കുകയാണ്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി നേരത്തെ തന്നെ ഉണ്ട്. ഇറാന്റെ നിരവധി സൈനിക നേതാക്കളെ വധിച്ചുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സ്ഫോടന ദൃശ്യങ്ങൾ ഇന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്തു. അതേസമയം കുവൈറ്റിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു വെളുപ്പിന്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. റഹീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ഇന്ന് കുവൈറ്റിലും ബഹ്റൈനിലുമാണ് കാര്യമായി രാവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബഹ്റൈനിൽ ഒരു തവണ ആക്രമണം ഉണ്ടായി, എന്നാൽ കുവൈറ്റിൽ 2 തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് കുവൈറ്റിലെ 2 വൈദ്യുത നിലയങ്ങളിലേക്കും ഒപ്പം തന്നെ കടൽവെള്ള ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്കും അല്ലെങ്കിൽ അവിടെ ആ ഫാക്ടറികളിലേക്കും ഒക്കെ ഡിസ്റ്റിലേഷൻ ഈ പ്ലാന്റുകളിലേക്കൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 ഈ കുടിവെള്ള ശുചീകരണ പ്ലാന്റുകളിലും ഒപ്പം തന്നെ ഈ വൈദ്യുത നിലയങ്ങളിലും കാര്യമായിട്ടുള്ള തകരാറുണ്ടായിട്ടുണ്ടെന്നും അത് പരിഹരിച്ചു വരികയാണ് എന്നും അവിടുത്തെ വൈദ്യുത മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയൊരു ത്രെറ്റായി, ഒരു ഭീഷണിയായി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ നിന്ന കാര്യമാണ് ഈ വൈദ്യുത കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ ഈ കടൽവെള്ള ശുചീകരണ പ്ലാന്റുകൾ. ഇവർക്ക് നേരെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ 2 കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് 2 പവർ സ്റ്റേഷനുകൾ കാര്യമായി അത് പൂർണ്ണമായി അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് കുവൈറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അപ്പോൾ അത് ഒരു ആശങ്ക ഉയർത്തുന്ന വിവരമാണ് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും കീ പോയിന്റുകളിൽ ഒന്നിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വന്നാൽ ഈ UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പിന്നീട് ആക്രമണമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ പരിക്കേറ്റവരുടെ എണ്ണം 10-ൽ കൂടുതലാണ് എന്നുള്ളത് ആശങ്കയുയർത്തുന്ന കാര്യമാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ 2 സംഖ്യയിലേക്ക് ഈ പരിക്ക് പറ്റുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 2 ദിവസവും ആക്രമണം ഉണ്ടായിട്ടില്ല. അതെന്തായാലും ആശ്വാസം ഉള്ള ഒരു കാര്യമാണ്. കാര്യമായിട്ടുള്ള ആക്രമണം ഒന്നും ഉണ്ടായതായി ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെയില്ല. ഖത്തറിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ ആക്രമണമില്ലാതെ തന്നെ അവിടെ എന്തായാലും ഒരു സമാധാനം പുലർന്നു പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രംപ് ഈ ഇറാന് നൽകിയിട്ടുള്ള ഈ ഒരു 48 മണിക്കൂർ കൂടിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ട്രംപ് നൽകിയിട്ടുള്ള ഒരു അന്ത്യശാസനം. പക്ഷേ അതിലേക്ക് എന്തായാലും ഇറാൻ വഴങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ഏത് നിലയ്ക്കാകും ഇനി ഇറാൻ ഈ കാര്യങ്ങളെ അല്ലെങ്കിൽ ഒപ്പം തന്നെ അമേരിക്ക ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇറാന്റെ കീ പോയിന്റുകളെ ആക്രമിക്കാനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അമേരിക്കയോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നുമുള്ള നിലയ്ക്ക് ഇസ്രായേലിന്റെ ചില നേതാക്കളൊക്കെ സംസാരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപ് തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ആ യുദ്ധം വീണ്ടും അതിന്റെ മുഖം മാറുമോ, കൂടുതൽ തീവ്രമാകുമോ എന്നുള്ള ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഗൾഫ് ലോകങ്ങളൊപ്പം തന്നെ എല്ലാ ലോകം ഒന്നാകെ നോക്കിക്കാണുന്നത്. ഇറാന്റെ സൈനിക നേതാക്കളെയൊക്കെ വധിച്ചതായി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം ഇറാനെ മോശമായും വിവേകശൂന്യമായും നയിച്ച നിരവധി സൈനിക നേതാക്കളെയും ഒക്കെയും ഈ ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ട്രംപിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും എത്രത്തോളം ഇറാൻ അതിന് അംഗീകരിക്കുന്നു, ഏതൊക്കെ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അവർ സമ്മതിക്കുന്നു എന്നുള്ളതൊക്കെയും ഇനി വരാനിരിക്കുന്ന കാര്യമാണ്. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനം കുവൈറ്റിലുണ്ടായ ആക്രമണം, ഒപ്പം തന്നെ ഈ 48 മണിക്കൂർ ഈ അന്ത്യശാസനം നിലനിൽക്കുമ്പോൾ ഏത് തരത്തിലാകും അത് കഴിയുമ്പോൾ ഈ രാഷ്ട്രങ്ങളൊക്കെയും പെരുമാറുക, യുദ്ധത്തിന്റെ രീതി, അതിന്റെ മുഖം, അതിന്റെ തീവ്രത ഏത് തരത്തിലേക്ക് മാറും എന്നുള്ളതാകും പ്രധാനം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.